സഞ്ജു സാംസണിന്റെ ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടാൻ അക്ഷർ പട്ടേൽ ഒരുക്കിയ മാസ്റ്റർ പ്ലാനിന് വിള്ളൽ വീഴുമോ? ഡൽഹി ക്യാപിറ്റൽസിന്റെ ടീം സെലക്ഷനെതിരെ മുൻ ഇന്ത്യൻ താരം കൃഷ്ണമാചാരി ശ്രീകാന്ത് ഉയർത്തുന്ന ആ കടുത്ത വിമർശനം എന്തിനാണ്? അതുമാത്രമല്ല, കഴിഞ്ഞ സീസണിൽ 35 പന്തിൽ സെഞ്ചുറി നേടി ലോകത്തെ ഞെട്ടിച്ച രാജസ്ഥാൻ റോയൽസിന്റെ 15-കാരൻ വിസ്മയം വൈഭവ് സൂര്യവംശിക്ക് ഇത്തവണ IPL-ൽ പണികിട്ടുമോ? ഇർഫാൻ പഠാൻ നൽകുന്ന ആ മുന്നറിയിപ്പിന് പിന്നിലെ രഹസ്യമെന്താണ്? നമസ്കാരം, ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 2026 IPL സീസണിന് മുന്നോടിയായി ഡൽഹി ക്യാപിറ്റൽസിന്റെ ടീം സെലക്ഷനെതിരെ കടുത്ത വിമർശനവുമായി മുൻ ഇന്ത്യൻ ഓപ്പണർ കൃഷ്ണമാചാരി ശ്രീകാന്ത് രംഗത്തെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ സീസണിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ 40 പന്തിൽ 89 റൺസ് അടിച്ചുകൂട്ടിയ കരുൺ നായരുടെ പ്രകടനത്തെ ശ്രീകാന്ത് പൂർണ്ണമായും തള്ളിപ്പറഞ്ഞു. ആ ഒരൊറ്റ പ്രകടനം മാത്രം മുൻനിർത്തി കരുണിനെ ഇത്തവണ ടീമിൽ ഉൾപ്പെടുത്തരുതെന്നാണ് ശ്രീകാന്തിന്റെ പക്ഷം. ആ ഒരു ഇന്നിംഗ്സ് മാറ്റി നിർത്തിയാൽ കരുൺ ടീമിനായി മറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും കഴിഞ്ഞ IPL-ൽ 8 മത്സരങ്ങളിൽ നിന്ന് വെറും 24.75 എന്ന മോശം ശരാശരിയിലാണ് താരം റൺസ് സ്കോർ ചെയ്തതെന്നും തന്റെ യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹം വ്യക്തമാക്കി. ശ്രീലങ്കൻ താരം നിസംഗയേക്കാൾ ഓപ്പണിംഗ് റോളിൽ അഭിഷേക് പോറലിനെയാണ് താൻ പിന്തുണയ്ക്കുന്നതെന്നും ശ്രീകാന്ത് കൂട്ടിച്ചേർത്തു. നിസംഗ ഒരു ബ്ലാസ്റ്റിംഗ് ഓപ്പണറല്ലെന്നും ഡൽഹിക്ക് വേണ്ടത് തുടക്കം മുതൽ അടിച്ചു തകർക്കുന്ന ഒരാളെയാണെന്നുമാണ് അദ്ദേഹത്തിന്റെ നിരീക്ഷണം. നിസംഗ ലോകകപ്പിൽ ഓസ്ട്രേലിയക്കെതിരെ സെഞ്ചുറി നേടിയെങ്കിലും പിന്നീട് വലിയ പ്രകടനങ്ങൾ നടത്തിയിട്ടില്ലാത്തതിനാൽ ആദ്യ മത്സരങ്ങളിൽ KL രാഹുലിനൊപ്പം പോറലിനെ തന്നെ പരീക്ഷിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. അക്ഷർ പട്ടേൽ നയിക്കുന്ന ഡൽഹി ക്യാപിറ്റൽസിന് ഇത്തവണ സന്തുലിതമായ ഒരു ടീമാണുള്ളതെന്നും ടോപ്പ് ഓർഡറിൽ KL രാഹുൽ, അഭിഷേക് പോറൽ, നിതീഷ് റാണ എന്നിവർ വേണമെന്നുമാണ് ശ്രീകാന്ത് വിശ്വസിക്കുന്നത്. ഇന്ത്യൻ ടീം ലോകകപ്പ് നേടിയത് ആ ബാലൻസ് കൊണ്ടാണ്. സഞ്ജു സാംസണിന്റെ ചെന്നൈ സൂപ്പർ കിങ്സ് ഉൾപ്പെടെയുള്ള വമ്പന്മാരെ നേരിടുമ്പോൾ ഡൽഹിക്ക് ശ്രീകാന്തിന്റെ ഈ ഉപദേശങ്ങൾ ഗുണകരമാകുമോ എന്ന് കണ്ടറിയണം. അതേസമയം രാജസ്ഥാൻ റോയൽസിന്റെ യുവവിസ്മയം വൈഭവ് സൂര്യവംശിയെക്കുറിച്ചും ചില നിർണായക നിരീക്ഷണങ്ങൾ പുറത്തുവരുന്നുണ്ട്. കഴിഞ്ഞ സീസണിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ വെറും 35 പന്തിൽ സെഞ്ചുറി നേടി ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ച വൈഭവ് സൂര്യവംശിക്ക് ഇത്തവണ കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ലെന്ന് മുൻ ഇന്ത്യൻ താരം ഇർഫാൻ പഠാൻ മുന്നറിയിപ്പ് നൽകി. വൈഭവ് അമിത ആത്മവിശ്വാസം കാണിക്കരുത് എന്നാണ് ഇർഫാന്റെ പക്ഷം. രാജസ്ഥാൻ റോയൽസ് ഓപ്പണറായ വൈഭവ് 2025-ൽ മികച്ച അരങ്ങേറ്റം കുറിക്കുകയും ടീമിൽ നിലനിർത്തപ്പെടുകയും തുടർന്ന് 2026-ലെ അണ്ടർ-19 ലോകകപ്പ് കിരീടം നേടുകയും ചെയ്തിരുന്നു. സഞ്ജു സാംസണിന്റെ പരിക്ക് മൂലം ടീമിലേക്ക് നേരത്തെ എത്തിയ ഈ കൗമാരക്കാരൻ ലഭിച്ച അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി 7 ഇന്നിംഗ്സുകളിൽ നിന്ന് 206.56 സ്ട്രൈക്ക് റേറ്റിൽ 252 റൺസ് അടിച്ചുകൂട്ടി റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നു. വൈഭവ് സൂര്യവംശിക്ക് മുന്നിൽ വെല്ലുവിളികൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്നും കാരണം ടീമുകൾ കൃത്യമായ പ്ലാനിംഗുമായി വരുമെന്നും പഠാൻ പറഞ്ഞു. പക്ഷേ വൈഭവിന് കരുത്തുണ്ടെന്നും പോകുന്നിടത്തെല്ലാം അവൻ റൺസ് നേടുന്നുണ്ടെന്നും അദ്ദേഹം സ്റ്റാർ സ്പോർട്സിൽ വ്യക്തമാക്കി. മാനസികമായി എല്ലാം വളരെ എളുപ്പമാണെന്ന ചിന്ത വൈഭവിന്റെ മനസ്സിൽ വരരുത്. കഴിഞ്ഞ വർഷം രാഹുൽ ദ്രാവിഡ് ചെയ്തതുപോലെ അദ്ദേഹത്തിനൊരു നല്ല മെന്റർ ഉണ്ടായിരിക്കണം. റിയാൻ പരാഗിന്റെ നേതൃത്വത്തിൽ പുതിയൊരു യുഗത്തിലേക്ക് കടക്കുന്ന രാജസ്ഥാൻ റോയൽസിന്റെ മെന്റർ സ്ഥാനത്തേക്ക് മുൻ ശ്രീലങ്കൻ ക്യാപ്റ്റൻ കുമാർ സംഗക്കാര വീണ്ടും തിരിച്ചെത്തിയത് വൈഭവിന് ഗുണകരമാകും. IPL ലേലത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമായും മത്സര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അരങ്ങേറ്റക്കാരനായും ചരിത്രം കുറിച്ച ഈ 15-കാരന് 20 വർഷത്തെ പ്രൊഫഷണൽ ക്രിക്കറ്റ് കരിയർ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും പഠാൻ കൂട്ടിച്ചേർത്തു. അപ്പോൾ IPL 2026-ൽ സഞ്ജുവിന്റെ ചെന്നൈ പടയ്ക്ക് അക്ഷറിന്റെ ഡൽഹി വെല്ലുവിളിയാകുമോ? അതോ വൈഭവ് സൂര്യവംശി ഇത്തവണയും റെക്കോർഡുകൾ തകർക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ക്രിക്കറ്റ് ലോകത്തെ ഇത്തരം ചൂടൻ വാർത്തകളും വിശകലനങ്ങളും ഏറ്റവും വേഗത്തിൽ അറിയാൻ ഫാസ്റ്റ് ക്രിക്കറ്റ് ന്യൂസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ പുതിയൊരു ക്രിക്കറ്റ് വിശേഷവുമായി കാണാം.